330 ജനിക്കുന്നുണ്ട്. ഹിജറ 705 വരെ അദ്ദേഹം എന്താണ് കൽപ്പണിക്കാരനായിട്ട് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും അങ്ങനെ കിടങ്ങാറായി ജീവിക്കുന്ന ആളാണ്. പക്ഷെ ഹിജറ 705 മൂപ്പരെ മുഹദ്ദിസീങ്ങള് ഇയാളെ പേരെന്താവാണ് ഒരു ഹദീസ് ഓഡിഷൻ നോട്ടീസിൽ സമാഅത്തിൽ കാണുകയാണ്. അപ്പൊ വന്ന് ചോദിക്കാണ്, മാത്രല്ല സ്വാലിഹിയ എന്ന് കേട്ടോ, ദമസ്കസിലെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ഹദീസ് സെന്റർ ആണ്. അപ്പൊ ഇയാൾ ജീവിക്കുന്നത് സ്വാലിഹിയിലാണ്. സ്വാലിഹിയിൽ ജീവിക്കുമ്പോ പിന്നെ സ്വാലിഹിയിൽ ഉണ്ടാവണ അവിടുത്തെ ഒരു സിസ്റ്റം എന്തായിരുന്നു വെച്ചാല് അധികം ആൾക്കാരും വളരെ ചെറുപ്പമാകുമ്പോ തന്നെ എന്താവും ഇങ്ങനത്തെ സമാഅത്തിൽ അല്ലെങ്കിൽ മജാലിസിൽ ഇരുന്നിട്ടുണ്ടാവും. അപ്പൊ ഇയാൾക്ക് കുറെ വയസ്സായി. 730 ഒരു ജനിച്ച ഒരാള് 75 വയസ്സായി. അപ്പൊ ഈ 75 വയസ്സ് അപ്പൊ മൂപ്പരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ചെറുപ്പത്തില് നിങ്ങൾ വല്ല ഹദീസുകളിൽ പങ്കെടുത്തിട്ടുണ്ടോ, മജ്ലിസുകളിലും പങ്കെടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ മൂപ്പര് ഫുൾ പേര് ചോദിക്കുന്നുണ്ട് മഹദീസുകൾ വന്നിട്ട്. അപ്പൊ മൂപ്പര് ഫുൾ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ലാസ്റ്റ് അവർക്ക് ഒരു സബീദി ഇമാമിന്റെ, മുർത്തദ സബീദി അല്ല വേറൊരു സബീദി ഇമാമിന്റെ ഒരു മജാലിസ് ഹദീസിന്റെ മജ്ലിസിൽ അതിന്റെ സമാഅത്തിൽ മൂപ്പര് പേര് കണ്ടെത്താൻ കഴിഞ്ഞു. ഈ സബീദി ഇമാം ആണെങ്കിൽ പിന്നെയും പോയോ 6 8 5 8 3 8 5 8 3 6 7 8 5 8 3. അപ്പോ സബീദി ഇമാമ് ഈ ഹദീസ് കേൾക്കുന്നത് വേറെ അബു വക്ത് അസ്സിജിസി എന്നുള്ള ഇമാം എന്നാണ്. ഇവർക്ക് പ്രത്യേകത എന്താ വെച്ചാല് ഇവരൊക്കെ ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിൽ സബീദി ഇമാം ആണെങ്കിലും സിജിസി ഇമാം ആണെങ്കിലും വളരെ ചെറുപ്പത്തിൽ ഈ ബുഖാരിയുടെ ഈ അബുൽ അബ്ബാസ് അൽ ഹജ്ജാർ കേൾക്കുന്നത് ബുഖാരിയുടെ എന്താണ് ട്രാൻസ്മിഷൻ ആണ്, സ്വഹീഹ് ബുഖാരിയുടെ ട്രാൻസ്മിഷൻ ആണ്, അല്ലാതെ കേവലം ഒരു ഹദീസ് അല്ല. അപ്പോ ലാസ്റ്റ് നോക്കുമ്പോ അബുൽ അബ്ബാസ് അൽ ഹജ്ജാറും പിന്നെ സിജിസി ഇമാമും കഴിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ മൊത്തം ബുഖാരി ഇമാമും തമ്മിൽ ആകെ 5 ആൾക്കാര്. ഇയാൾ വഫാത്താവുന്ന 730 ബുഖാരി ഇമാം 286 വഫാത്തായി. അപ്പൊ 5 ആൾക്കാരെ ഗ്യാപ്പുള്ളൂ സിജിസി അബു അബ്ബാസ് അൽ ഹജ്ജാറും പിന്നെ ആരും തമ്മിലുള്ള ബുഖാരി ഇമാമും ഉള്ളത്. അപ്പൊ അതുവരെയും കൽപ്പണിക്കാരനായിട്ടും ജീവിക്കാൻ ഭയങ്കര മൂപ്പർക്ക് റിട്ടയർഡ് ആയിരുന്നു. ബൈത്തുൽ മാലിന് പെൻഷനായിട്ട് 30 ദിർഹം അങ്ങനെ എന്തായാലും ഓരോ മാസം കിട്ടാറുണ്ടായിരുന്നത്. അയാൾക്ക് പിന്നെ ഒരുപാട് നാടുകളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. കൈറോക്കും ഹിജാസ്ക്കും ഡമസ്കസ്ക്കും യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ അയാൾ പിന്നെ 730 വഫാത്താവുമ്പോഴേക്കിന് ബുഖാരിയുടെ 70ഓളം മജ്ലിസുകൾ കംപ്ലീറ്റ് ആയിട്ട് ബുഖാരി ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ള 70ഓളം നടക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സംഭവം എന്താ വെച്ചാല് ഹജ്ജാർ തങ്ങൾക്ക് മൂപ്പർക്ക് എന്തായിരുന്നില്ല എഴുത്ത് അറിയുക, വായന എഴുത്തും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോ ഇതിന്റെ ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ട് ലുവായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യമായിട്ടുള്ള സനത് എങ്ങനെയാണ് ഇത് അല്ലെങ്കിൽ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ര തന്നെ സ്കോളേഴ്സ് ആവാത്ത അല്ലെങ്കിൽ മുഹദ്ദിസീങ്ങളാവാതെ ആവാത്ത ആൾക്കാർ വരെ പിന്നീട് അബു അബ്ബാസ് അൽ ഹജ്ജാർ പിന്നെ ബുഖാരിയുടെ ആയല സനത് എടുത്തു നോക്കുമ്പോൾ അതിലൊക്കെ മൂപ്പരിലൂടെ ഈ അബു അബ്ബാസ് ഹജ്ജാറിലൂടെയാണ് തങ്ങളിലൂടെയാണ് ഈ സനത് പോകുന്നത്. ഷാവുലിദ് അലി തങ്ങളതാണെങ്കിലും ഒക്കെ. അപ്പോ ഈ ഒരു പോയിന്റ് നിന്നാണ് ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരുന്നത്. അക്രം നദീനെ കേട്ടിട്ടുണ്ടല്ലോ, എന്തായിരുന്നു പേര്? അൽ മുഹദ്ദിസാത്ത് കിതാബ് കേട്ടിട്ടുണ്ട്. കിതാബ് അല്ല, മുഹദ്ദിസാത്ത് ഇംഗ്ലീഷിലുള്ള ഇതാണ്. മൂപ്പര് 43 പോലെയുള്ള അൽ വഫ ബി അസ്മാഇ നിസ എന്നുള്ള ആ ടെക്സ്റ്റ്. അപ്പോ അത് അൽ കാമിൽ ഫി അസ്മാഇ റിജാൽ എന്നുള്ള വേറെ ഒരു ഇതുണ്ട്. അതിനോട് ഇതായിട്ട് അൽ വഫ ബി അസ്മാഇ നിസ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ആ പേര് കൊടുക്കുന്നത്. അപ്പോ അതിലും അല്ലെങ്കിൽ ഒരു അസ്മ സയ്യിദ് കേട്ടണോ? അസ്മ സയ്യിദ് UCL യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്ലിയിൽ പ്രൊഫസറാണ്. അവരുടെ വിമൺ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് റിലീജിയസ് നോളജ് ഇൻ ഇസ്ലാം എന്നുള്ള ഒരു വർക്ക് ഉണ്ട്. പിന്നെ ഉമൈമ അബൂബക്കർ അവരുടെ ഒക്കെ ഒരു വർക്ക് ഉണ്ട്. അത് എന്താ വുമൺ ഇൻസ്ട്രക്ടേഴ്സ് ഓഫ് ഹദീസ് എന്നോ അങ്ങനെന്തോ ഒരു ടൈറ്റിൽ ഒരു ആർട്ടിക്കിൾ ആണ്. ഇതിലൊക്കെ പറയുന്ന ഒരു സംഭവം എന്താ വെച്ചാല്, അല്ലെങ്കിൽ അക്രം നദ്വി ഇന്റർവ്യൂയിലും ഇതിലൊക്കെ പറയുന്നത് ഇവരൊക്കെ വുമൺ സ്കോളേഴ്സ് ആയിട്ടാണ് ഇതാക്കുന്നത്. പക്ഷെ ഇതിന്റെ അഭിപ്രായമല്ല. ഇതിന്റെ കാര്യമായിട്ട് ഈ ഒരു സെഷനിലുള്ള റെഫറൻസ് ഗാരറ്റ് ഡേവിഡ്സന്റെ പിന്നെ ക്യാരിയിങ് ഓൺ ട്രഡീഷൻ എ സോഷ്യൽ ആൻഡ് ഇന്റലക്ച്വൽ ഹിസ്റ്ററി ഓഫ് ആ വർക്കാണ്. അപ്പോ അതിൽ മൂപ്പര് മുന്നോട്ട് വെക്കുന്ന ഒരു ആർഗ്യുമെന്റ് അത് വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. സംഭവം ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടാണ് മൂപ്പര് പറയുന്നത്. പിന്നെ